2024 ഏകദേശം വിട പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി 2025 വരികയാണ്. പുതുപുത്തൻ പ്രതീക്ഷകളുമായി നമ്മൾ പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ജ്യോതിഷപ്രകാരം വളരെയധികം ഭാഗ്യ നിർഭാഗ്യങ്ങൾ നമ്മളിൽ പലരെയും കാത്തിരിക്കുന്നുണ്ട്. ചിലർക്ക് അനുകൂലമാകാം, ചിലർക്ക് പ്രതികൂലമാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിക്കവരും നമ്മുടെ നക്ഷത്രഫലം അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ചിലർ കലണ്ടർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കലണ്ടറിലെ നക്ഷത്രഫലം നോക്കും. എന്ന് പറഞ്ഞാൽ വർഷഫലം, വരാനിരിക്കുന്ന വർഷം നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ, എന്താണ് വരാൻ പോകുന്നത് എന്നാണ് പലരുടെയും ചിന്ത. ഡിസംബർ മാസങ്ങളിൽ ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും, പിന്നെ കരിയറിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, സന്താന സൗഭാഗ്യം, പലർക്ക് ജീവിത വിജയങ്ങൾ എന്നിങ്ങനെ പലരും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലാണ്. 2025 നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് എന്താണെന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ജ്യോതിഷത്തിന് കുറച്ച് പ്രാധാന്യം ഉണ്ടെന്ന് ഈ കാലയളവിൽ നമുക്ക് തോന്നും. കാരണം ഈ നവംബർ ഡിസംബർ മാസങ്ങളിലെങ്കിലും നമ്മൾ അടുത്ത വർഷം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന് ആഗ്രഹം കാണിക്കുന്നു. അതൊരു ജ്യോതിഷത്തിനോടുള്ളൊരു താല്പര്യം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും പലർക്കും പല അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് 2025. 2025 അത്ര മോശം വർഷമൊന്നും ആകാൻ സാധ്യതയില്ല. എന്നാൽ പലരെയും പല ദോഷഫലങ്ങളും കാത്തിരിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ മാറുന്നു, പ്രകൃതി മാറുന്നു. അപ്പോൾ അതിൻ്റേതായ ദോഷവശങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാവാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും എന്താണ് 2025 സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവർ കരുതേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ വിവരിക്കുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ, അതായത് വർഷാരംഭത്തിൽ ശനി കുംഭരാശിയിലും വ്യാഴം ഇടമം രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ ശനിക്കാണ് ആദ്യം രാശിമാറ്റം ഉണ്ടാകുക, പിന്നീട് വ്യാഴം, അതിനുശേഷം രാഹു, തുടർന്ന് കേതു. അങ്ങനെയാണ് രാശിമാറ്റം സംഭവിക്കുക. ജ്യോതിഷപരമായി ശനിയുടെ രാശിമാറ്റം സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ശനി എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഒരേ രാശിയിൽ തടരുന്ന ഒരു ഗ്രഹം ശനി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിഷപ്രകാരം ശനിയുടെ രാശിമാറ്റം അല്പം പ്രാധാന്യമുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്കിതൊന്നും കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല. ഓരോരുത്തരും അവരവരുടെ വരാനിരിക്കുന്ന കാലം, അടുത്ത വർഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ നേടാൻ കഴിയും, എന്തൊക്കെ ദോഷങ്ങളുണ്ടാവാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം. സ്വന്തം നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങൾ മാത്രം അറിയാൻ വേണ്ടിയായിരിക്കും പലരും ഇപ്പോൾ ഈ വാരഫലവും ദിവസഫലവും വർഷഫലവും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. തുടങ്ങിക്കളയാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു തുടർച്ച എന്നോണമുള്ള അനുഭവങ്ങൾ തന്നെയാകും ഈ വർഷത്തിൻ്റെ 2025 തുടക്കത്തിലെ ഒരു 4-5 മാസക്കാലം ഉണ്ടാവുക. കർമ്മമേഖലയിൽ അവർക്കൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പദവികളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയോ, ചിലപ്പോൾ ഉയർച്ച തന്നെ ഉണ്ടാകാം. ഉയർച്ച ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ സ്വതന്ത്ര ചുമതലകൾ ഒക്കെ തന്നെ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാനാവുന്ന ഒരു കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഗൃഹസൗഖ്യം ഉണ്ടാകും, ധനപരമായ സ്ഥിരതയുണ്ടാകും, മനസ്സമാധാനം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് 2025.
മാർച്ച് അവസാനത്തിൽ ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനിക്കാലം തുടങ്ങുകയാണ് എന്ന് വേണേൽ പറയാം. വർഷത്തിൻ്റെ രണ്ടാം പകുതി കുറച്ച് മുരടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വം, എല്ലാത്തിനും ഒരു മന്ദത, പിന്നെ നമുക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം, അതൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മളെ പലരും ഉപദേശിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വളരെ ദോഷം ചെയ്യും. ആരോഗ്യകാര്യത്തിലും ധനത്തിൻ്റെ വിനിയോഗ കാര്യത്തിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണവും നഷ്ടമുണ്ടാകും, പണം ശ്രദ്ധിച്ചില്ലെങ്കിൽ സർവത്ര നഷ്ടമുണ്ടാകും. ഇനി ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ശുക്രന്റെ ഉച്ചരാശസ്ഥിതിയും രാശിനാഥനായ ചൊവ്വയുടെ അനുകൂല ഭാവസ്ഥിതിയും ശനി വ്യാഴം മുതലായ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവ സഞ്ചാരവും ഉള്ളതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതി വലിയ കുഴപ്പമില്ലാതെ പോവും. കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, കാര്യവിജയം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാവും. അവിവാഹിതർക്ക് വിവാഹം ഒക്കെ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗലബ്ധി, കലാപരമായ ഉയർച്ച, ധനപരമായ വളർച്ച ഇവയൊക്കെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ കാണുന്നു. മാർച്ച് അവസാന മാസത്തോടെ ശനിയുടെ മീനരാശി പ്രവേശമാണ്. അപ്പോൾ അതുമൂലം 7.5 ശനി ആരംഭിക്കുകയാണ്. മെയ് മാസത്തിൽ വ്യാഴമാണെങ്കിൽ 3-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രാഹുമാറ്റം പിന്നെ ഗുണകരമായി മാറും. ജൂൺ മാസം മുതൽ വലിയ മുതൽ മുടക്കുകളൊക്കെ നടത്തിയുള്ള ബിസിനസ്സുകളോ സംരംഭങ്ങളോ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലിയ മുതൽ മുടക്കിയുള്ളത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച മേടക്കൂറുകാർക്ക് ജൂൺ വരെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. തൊഴിലിടങ്ങളിലൊക്കെ അവർക്ക് നല്ല വളർച്ച ഉണ്ടാകും. പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ശത്രുവിജയമൊക്കെ എളുപ്പമാകും. പാരവെക്കാൻ വരുന്നതിനെയൊക്കെ വേഗം തോൽപ്പിക്കാൻ കഴിയും. ഉദ്യോഗലബ്ധി സ്വാഭാവികമായി ലഭിക്കും. ആരുടെയും കാല് പിടിക്കാതെ തന്നെ ജോലി പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ജോലിയിലുള്ള മികവ് കണ്ട് ഉയർച്ച നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാർച്ച് അവസാനമാകുമ്പോഴത്തേന് 7.5 ശനി തുടങ്ങുകയാണ്. ശരി, ഭരണി, കാർത്തികവർക്കെല്ലാം 7.5 ശനി മാർച്ച് അവസാനത്തോടെ തുടങ്ങുകയാണ്. അപ്പോൾ ആരോഗ്യകാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ കുറച്ച് കരുതലുകൾ അത്യാവശ്യമാണ്. ഈ കാർത്തിക നക്ഷത്രത്തിൽ ഇടവക്കൂറുകാർക്ക് ശനി 11-ലും വ്യാഴൻ 2-ലും സഞ്ചരിക്കുന്നതുകൊണ്ട് വർഷമധ്യത്തിൽ മേൽ ഗുണഫലം പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് ശേഷം ഗുണഫലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കുന്നതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഒരു വർഷ പകുതിക്ക് ശേഷം. വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കടബാധ്യതകളൊക്കെ ഭാഗികമായി പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. ഇനി രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് ഏകദേശം പകുതി വരെയൊക്കെ കഴിഞ്ഞ 2024 അതേ ഫലങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക. തൊഴിലിലൊക്കെ കാര്യതടസ്സം തുടരും. സ്ഥാനക്കയറ്റം നമുക്ക് കിട്ടേണ്ടത് മറ്റു പലരും കൊണ്ടുപോകും. അനർഹരായിട്ടുള്ള നമ്മുടെ ജൂനിയേഴ്സൊക്കെ നമ്മുടെ സ്ഥാനം കൊണ്ടുപോകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും. മാർച്ച് അവസാനത്തോടെ ശനി കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കണ്ടക ശനി അവസാനിക്കുന്നതിനാൽ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജൂൺ മാസം മുതൽ വ്യാഴത്തിൻ്റെ അനുകൂലം ഉണ്ടാകും. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലം ഉണ്ടാകുന്നത് കൊണ്ട് മനഃശാന്തി ഉണ്ടാവും. ഗൃഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പിന്നെ നിക്ഷേപ കാര്യങ്ങളിൽ, ഓഹരി വിപണികളിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും അധിക ലാഭം നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ധനവിനിയോഗമൊക്കെ അറിയാവുന്നവരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുക. ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ അറിയാവുന്നവരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നത് ഉത്തമമാണ്. മകയിര നക്ഷത്രം. ഈ മകയിര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന വിജയങ്ങൾ പലതും ഈ 2025 വന്നു ചേരും. ഇതുവരെ തുറക്കപ്പെടാതിരുന്ന പല വാതിലുകളും തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമായിരിക്കും. ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലവും ഉണ്ടാവാം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. വലിയ മുതൽ മുടക്ക് ഒന്നും ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. മുതൽ മുടക്കിയുള്ള വലിയ ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒന്നും തൽക്കാലം വേണ്ട. ഇടവക്കൂറുകാർ അവർക്ക് കണ്ടവശനി തീരുകയാണ്. അത് വളരെ ഒരു ആശ്വാസമാണ്. വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്ന് മാറി ജൂൺ മുതൽ ഒരു നല്ല അനുഭവം, ഗുണാനുഭവമൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കും. രാഷ്ട്രീയ സ്വാധീനം അധികമാകും. ഇത് രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതലൊക്കെ ഒരു നല്ല സമയമാണ് വരുന്നത്. സംഘടനാ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരു മുൻതൂക്കം ലഭിക്കും. പിന്നെ കടബാധ്യതകളൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ കൂടുതലായി ഇടപെടാൻ, അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇവർ തുനിയുന്നതാണ്. മക്കളുടെ പഠനം, ഉദ്യോഗം, വിവാഹം ഇവയൊക്കെ അവർ ഉദ്ദേശിച്ച രീതിയിൽ, ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടത്താനുള്ളൊരു സാഹചര്യങ്ങളും ഒത്തുവരുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞാൽ മുൻ വർഷത്തിലെ ഏകദേശം അതേ ഫലങ്ങളുടെ ഒരു ആവർത്തനം തന്നെയാവും തുടക്കത്തിലൊക്കെ ഉണ്ടാവുക. 2025 തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ ഈ വർഷം നടന്നിരുന്ന പോലെ വളരെ നിഷ്പ്രയാസം പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കും. നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഊർജം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഊർജം കൂടുള്ളവർക്ക് ഊർജം പകരുന്ന ഒരു രീതിയിലേക്ക് മാറും. നമുക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്നവരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും ഒക്കെ വിജയിക്കുന്നതാണ്. അനുബന്ധ ബിസിനസ്സുകളൊക്കെ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു ബിസിനസ് തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അനുബന്ധ ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി കുറച്ചൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു അച്ചടക്കം, സുസ്ഥിതി ഒക്കെ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ, എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി പരിഹരിക്കാനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ ഏപ്രിൽ മുതൽ കണ്ടകശനിക്കാലമാണ്. അതുകൊണ്ട് ഇടപാടുകളിലൊക്കെ കൃത്യത വേണം. കൊടുക്കൽ വാങ്ങുകളിലൊക്കെ കൃത്യത ഉണ്ടായിരിക്കണം. തൊഴിൽ തേടുന്നവർക്കൊക്കെ സ്ഥിര വരുമാനം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ, തൊഴിലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അവിവാഹിതർക്ക് വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വിദേശത്തൊക്കെ കഴിയുന്നവർക്ക് പല തൊഴിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. പിന്നെ കുടുംബത്തിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. പുണർത നക്ഷത്രക്കാർ. ഈ പുണർത നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് തങ്ങളുടെ കർമ്മമേഖലകളിലൊക്കെ പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് 2025 ഉണ്ടാവും. തങ്ങൾ മുൻപെടുത്ത തീരുമാനങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അശ്രാണ പരിശ്രമം നടത്തും. തടസ്സങ്ങളെയൊക്കെ അവഗണിച്ച് സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതാണ്. സഹോദരങ്ങളുമായുള്ള ആത്മബന്ധം കൂടുതൽ ദൃഢമാക്കും. എന്തെങ്കിലും ഭൂമി ഇടപാടുകൾ ഇതൊക്കെ കോടതി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനുള്ള ഒരു ശ്രമം രണ്ട് കക്ഷികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. മിഥുനക്കൂറിലുള്ളവർക്ക് ഏപ്രിൽ മുതൽ 10ാം ഭാവത്തിൽ കണ്ടകശനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ തൊഴിൽ മാറ്റം വളരെ കരുതലോടെ ആയിരിക്കണം. ഒരു ജോലി കിട്ടി, അതിൻ്റെ ഓഫർ ലെറ്ററോ കാര്യങ്ങളോ എല്ലാം കയ്യിൽ കിട്ടി, അപ്പോയിൻമെൻറ്റ് ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം വേണ്ടി മാത്രമേ ഉള്ള ജോലി കളയാവൂ. പൊതുപ്രവർത്തകർ സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ സമയം മോശമാണ്. അപ്പം ആര് ചോദിച്ചാലും
നമ്മളെക്കാൾ താണവും ചോദിച്ചാലും അതിന് ചിലപ്പോൾ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. ജൂൺ മുതൽ വ്യാഴം ജന്മരാശിയിലെ സഞ്ചാരം കാരണം, ഈ വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം മൂലം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറച്ച് സമ്മർദ്ദം, കടം കൊടുത്ത് തിരിച്ചു കിട്ടാനോ കടം കിട്ടാനോ ഒക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കർക്കിടകക്കൂറിലുള്ളവർക്കാണെങ്കിൽ വിദേശ പഠനം, തൊഴിൽ ലബ്ധി ഇതൊക്കെ സാധിക്കും. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടുന്നതിനോ ഒരു റോളിംഗ് നടത്തുന്നതിനോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം ചിലപ്പോൾ നമ്മൾ തേടിയേക്കും. പൂയ നക്ഷത്രക്കാർക്ക് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം നടന്നുകൊണ്ടിരിക്കുന്ന അതേ ഒരു സ്ഥിതിയായിരിക്കും വരാൻ പോകുന്ന വർഷത്തിലും. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് ആശിച്ച പദവികൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കണം, പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം യുക്തിക്കനുസരിച്ചായിരിക്കണം. കുറച്ചു കാലമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും നടക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. വീട് നിർമ്മാണം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള അതൊക്കെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തുടങ്ങിയാൽ ഉള്ളൊരു അവസരമുണ്ടാകും. മക്കളുടെയൊക്കെ വിവാഹം ആഗ്രഹിച്ച രീതിയിലൊക്കെ നടത്താനുള്ളൊരു സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക തടസ്സങ്ങളൊക്കെ നീങ്ങും. മാർച്ച് അവസാനത്തോടെ ശനിമാറ്റം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. പക്ഷേ അതത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവിതശൈലി രോഗങ്ങളെ പോലുള്ളവ ഉണ്ടാകും. അതൊരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എങ്കിലും അതൊക്കെ ഒന്ന് കരുതുക. ജൂൺ മുതൽ ചെലവിൽ കുറച്ച് നിയന്ത്രണം വരുത്തുന്നത് നന്നായിരിക്കും. അന്യനാടുകളിൽ പഠനത്തിനോ ജോലിക്കോ ഒക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാകും. മനസ്സിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കുക. ദേഷ്യം, കോപം ഇവയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ. ഈ ആയില്യം നക്ഷത്രക്കാരുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാ കാര്യത്തിലും ഇപ്പോഴത്തെ പോലെ തന്നെ 24 പോലെ തന്നെ 25 നിലനിർത്താൻ കഴിയുന്നതാണ്. ഇത് ദീർഘകാലമായി അവരുടെ മനസ്സിലുള്ള ഏതെങ്കിലും തികച്ചും ന്യായമായ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കാണും, ആഗ്രഹങ്ങൾ. അതൊന്നും ഇതുവരെ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ ചിലപ്പോൾ 2025 സാധിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. കലാ, സാഹിത്യം ഇതൊക്കെ ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവരൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും. അങ്ങനെയുള്ളൊരു സാഹചര്യം. പുരസ്കാരങ്ങളൊക്കെ അവരെ തേടിയെത്തും. പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം മാറാനും ഒക്കെയുള്ള സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോൾ തൊഴിലന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം കാലതാമസമില്ലാതെ ആശിച്ച ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ ശനിയുടെ ഈ വർഷത്തിലെ മാറ്റം ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ രാഹുവിൻ്റെ മാറ്റം കാര്യവിഘ്നത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. വ്യാഴം 12 സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ മധ്യം മുതൽ യാത്രകൾ ചിലപ്പോൾ കൂടുതലായി ചെയ്തേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളൊക്കെ ജോലി, പഠിപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്യദേശങ്ങളിലോ മറുനാടുകളിലോ വിദേശങ്ങളിലോ ഒക്കെ വസിക്കുകയായാൽ അവരുമായിട്ടുള്ള കൂടിച്ചേരലുകൾ, ആ ഒത്തുചേരലുകളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി മകം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളരെയധികം നേട്ടം കൈവരിക്കാൻ ആവുന്ന ഒരു വർഷമാണ് 2025. മേലധികാരുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരുടെ പ്രീതിയാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുക. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി സാധിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് 2025. ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ശമിക്കാൻ പോവുകയാണ്. പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന ഏതെങ്കിലും അംഗങ്ങൾക്കോ ദുരിതമോ ആശുപത്രിവാസങ്ങളോ ഒക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗക്കയറ്റം, പ്രമോഷൻ ഇതൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
ഈ പൂരം നക്ഷത്രക്കാർ ഇവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളിലും 2025 പുരോഗതി ഉണ്ടാകാൻ പോവുകയാണ്. ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നടക്കാൻ പോവുകയാണ്. ആരോഗ്യകരമായ പല വിഷമതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ ഇച്ചിരി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം, വ്യായാമം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. വിദേശയാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. ഓഹരി വിപണി, ഊഹക്കച്ചവടം ഇതിലൊക്കെ നേട്ടമുണ്ടാകാനുള്ള സാഹചര്യവും വരുന്നുണ്ട്. ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളൊന്നും തൽക്കാലം എടുക്കാതിരിക്കുക. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ തൊഴിൽദാതാവ് വഴി നേരിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ വഴി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ഇവരുടെ വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് പറഞ്ഞാൽ കോടതിയിലും മറ്റും കേസുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉത്തര നക്ഷത്രക്കാർക്ക് അവരുടെ വക്കീലന്മാരുടെ പല ശ്രദ്ധക്കുറവ് കാരണം കേസിൽ പരാജയപ്പെടാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വാദസംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറാതെ പിടികൂടും. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ നിർമ്മാണത്തിൽ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയൊക്കെ മോഷണം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാട്ടിലൊക്കെ പോയി കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പകൽ വന്ന് വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി രാത്രി വന്ന് മോഷണം നടത്തുകയാണ് അവരുടെ രീതി. അപ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കുക. പരിചയമില്ലാത്ത ആൾക്കാരോട് മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക. അവരെ വീട്ടിൽ കയറ്റി വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. സുഹൃത്തുക്കൾക്ക് പണം കടം നൽകി പിന്നീട് വിരോധം സമ്പാദിക്കാൻ സാഹചര്യം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നോർമലി അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളിനോട് പൈസ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കാത്തിടത്തോളം കാലം അങ്ങേര് നമ്മുടെ വിരോധിയാണ്. പിന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല. തിരിച്ചും അതുപോലെ തന്നെയാണ്. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു, ആ കടം വാങ്ങിയ ആൾ പിന്നെ കുറേ കാലത്തേക്ക് നമ്മളോട് സംസാരിക്കത്തില്ല. ഈ പൈസ തിരിച്ചു കിട്ടുന്നത് വരെ അല്ലെ തിരിച്ചു കൊടുക്കുന്നത് വരെ രണ്ടുപേരും ശത്രുതയാണ്. അതൊക്കെ സാധാരണയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്രക്കാർക്ക് വളരെ മെച്ചപ്പെട്ട മാറ്റങ്ങളൊക്കെ കൈവരുന്ന ഒരു വർഷം തന്നെയാണ് 2025. ജീവിതഗതിയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെ മാറ്റിമറിക്കുന്ന പല സുപ്രധാന തീരുമാനങ്ങളും ഇവരിപ്പോൾ 2025 എടുക്കാൻ പോവാണ്. മാനസികമായിട്ട് വളരെയധികം ബലം ഉണ്ടാവും അവർക്ക്. ജോലിക്കുള്ള പരിശ്രമങ്ങളൊക്കെ വളരെ നന്നായി വിജയിക്കുന്നതാണ്. വിദേശത്തേക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിരുന്നവർക്ക് വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിത സൗഖ്യം ഒക്കെ നന്നായി അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ ഗൃഹനിർമ്മാണം തുടങ്ങി പൂർത്തീകരിക്കാൻ സാധിക്കും. വിവാഹാലോചനയൊക്കെ വന്നാൽ അത് ചിലപ്പോൾ കല്യാണമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുവാനുള്ള സാഹചര്യം കാണുന്നു. ഇനി ചിത്തിര നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് 2025. പാരമ്പര്യജന്യമായ രോഗമൊക്കെ പ്രമേഹമൊക്കെ പരമ്പരാഗതമായിട്ട് തലമുറകളായിട്ടുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളിലേക്കും അത് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണങ്ങൾ പൊതുവെ കുറവായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടാനും കലഹിക്കുവാനുമുള്ള ഒരു പ്രവണത ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സ്വയം കൺട്രോൾ ചെയ്യുക, BP കൂട്ടരുത്. പൊതുപ്രവർത്തകർക്ക് പ്രത്യേകം കരുതണം. എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർ മറ്റു ഓപ്പോസിഷൻ ആളിനോട് പോയി തട്ടിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും BP കൂടും. രണ്ടുപേർക്കും BP കൂടിക്കഴിഞ്ഞാൽ അത് വലിയ രണ്ട് ചേരി തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറും. അപ്പോൾ സ്വയം കൺട്രോൾ ചെയ്യുക. ഉത്തരവാദിത്വം നിറഞ്ഞ ചില നിയമനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും പദവികൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട
ഗൃഹനിർമ്മാണത്തിലൊക്കെ തടസ്സം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ കൂട്ടുകാരും ചേർന്നുള്ള കമ്പൈൻ സ്റ്റഡി അങ്ങനെയുള്ള പഠന രീതികളൊക്കെ ഉപേക്ഷിക്കണം. അതൊക്കെ ദോഷം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 2025. സ്വയം പഠിക്കുക, പഠിച്ച് ജയിക്കുക. ഇപ്പോൾ മാർക്ക് തന്നെ ഇപ്പോൾ പഠിക്കാത്തവനെ തോൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വയം പഠിച്ച് ജയിക്കുക. മറ്റുള്ളവൻ പഠിക്കുകയോ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ വിഷയമല്ല. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷമൊക്കെ ഇച്ചിരി ശാന്തമാകുന്ന ഒരു രീതി വരുന്നുണ്ട്. ടെൻഷനുകളൊക്കെ കുറയുന്ന ഒരു രീതി വരുന്നുണ്ട്. പക്ഷേ എന്നാലും അനാവശ്യമായിട്ടുള്ള പല ചിന്തകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോഴത്തേന് എനിക്ക് ആ അസുഖമാണോ ഈ അസുഖമാണോ എന്നുള്ള ഒരു ചിന്തകൾ കാണും. മറ്റെന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വരുമോ, അസുഖങ്ങളാണോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ വ്യാകുലപ്പെടരുത്. മനസ്സിനെ നിയന്ത്രിക്കുക. സാമ്പത്തിക നേട്ടങ്ങൾക്കായൊക്കെ വളരെയധികം കഠിന പ്രയത്നം നടത്തേണ്ടി വരും. വരവിനോടൊപ്പം ചിലവും കൂടും. സമ്പത്ത് കൂടുതൽ വന്നാൽ വരവ് കൂടുന്നതനുസരിച്ച് ചിലവ് കൂടുക സാധാരണമാണ്. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഗൃഹത്തിലും വാഹനത്തിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം. വളരെ അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഒക്കെ മാനസിക അകൽച്ചയ്ക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അന്യദേശവാസത്തിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ഇച്ചിരി മന്ദതയും അലസതയൊക്കെ വരാൻ തോന്നുന്ന ഒരു വർഷമാണ് 2025. പിതൃജന ഭാഗത്തു നിന്നും കുറച്ച് ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 2025. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞാൽ, പ്രതികൂലമായി നിന്നിട്ട് ക്രമേണ അത് അനുകൂലമായി വരുന്ന ചില സാഹചര്യങ്ങൾ, ഫലങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് 2025 ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക വിഷമമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുള്ള തുടക്കത്തിൽ സാമ്പത്തിക വിഷമം നേരിട്ടാലും നമ്മളത് ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യം സാധിക്കാൻ പറ്റും. ക്രമേണ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വരും. സ്ഥായിയായി നിലനിന്നിരുന്ന പല കടങ്ങളും പൂർണ്ണമായി വീട്ടുവാൻ സാധിക്കും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹകരണം ഒക്കെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണമൊക്കെ വർദ്ധിക്കും. പുതിയ ജോലി, ഉപരിപഠനത്തിൽ പ്രവേശനം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താന ലാഭം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് 2025. അവിചാരിതമായി ഓർക്കാപ്പുറത്ത് അധിക ചെലവുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അനിഴ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു കാലമാണ് 2025. ബന്ധുജനങ്ങളുടെയൊക്കെ ഗുണം, ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ വർദ്ധിക്കും. പിണങ്ങി നടന്നിരുന്ന അല്ലെ അകന്നു കഴിഞ്ഞിരുന്ന പല ബന്ധുക്കളും പിണക്കമൊക്കെ മാറി തിരിച്ചെത്തി കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിവാഹമോചനം വരെ എത്തിയ പല തർക്കങ്ങളും രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നുചേരാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. ശാരീരികമായി നിലനിന്നിരുന്ന പല ആവശ്യകതകളും 2025 അകന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ധനലാഭം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ സ്വന്തം അശ്രദ്ധ മൂലം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം മനസ്സിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാലം കൂടിയാണ് 2025. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസികമായ ബലവർദ്ധനവിലൂടെ കാര്യപുരോഗതി കൈവരിക്കാനാകുന്ന ഒരു കാലമാണ് 2025. ബന്ധുഗുണം വർദ്ധിക്കും. ബന്ധുജന സഹായത്തോടെ തൊഴിൽ ലാഭം, വിവാഹ ലാഭം എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആശ്രയിച്ച് നിൽക്കുന്നവരിൽ നിന്ന് വളരെയധികം മികച്ച പിന്തുണ നമുക്ക് ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം കൈവരിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നവർ അവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാനുള്ള ഒരു വർഷം കൂടിയാണ് 2025. പിന്നെ പണി പൂർത്തിയാക്കി കിടക്കുന്ന വീടുകൾ, ഫ്ലാറ്റുകൾ എന്നിവ വാങ്ങാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. റെഡി ടു ഒക്യുപ്പൈ ഫ്ലാറ്റ്സ് ഒക്കെ. കടങ്ങൾ വീട്ടുവാനും
പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു കാലമാണ് 2025. ഈ മൂലം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് 2025. അധികാര കേന്ദ്രത്തിൽ മത്സരങ്ങളെ അതിജീവിക്കുക വരും. കുടുംബത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും. കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇവർ നേതൃത്വം നൽകും. സന്താനത്തിന് അന്യദേശത്ത് തൊഴിൽ പുരോഗതികൾ ഉണ്ടാവും. മംഗല്യകാര്യത്തിന് ഉറ്റവരിൽ നിന്നും ധനസഹായം ലഭിക്കും. സാങ്കേതിക മേഖലയിൽ ജീവിത പങ്കാളിക്ക് അനുകൂലമായ സമയമാണിത്. വിനോദസഞ്ചാര മേഖലയിൽ വളരെ ഗുണകരമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും. അത് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇരുചക്ര വാഹനം, ഇപ്പം 2 വീലർ വല്ലതും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു കാലമാണ് 2025 ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. പിന്നെ സ്വന്തം ഗൃഹം വിട്ട് മറുനാട്ടിലോ ഗൃഹത്തിലോ ഒക്കെ താമസിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് മേൽ വിജയം കൈവരിക്കുന്ന ഒരു കാലം കൂടിയാണ് 2025. മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടും. കാർഷിക രംഗത്ത് നേട്ടമുണ്ടാവും. ബന്ധുശല്യമൊക്കെ ഉണ്ടെങ്കിലും വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാർഷിക രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ നേട്ടത്തിന് വളരെയധികം സാധ്യതയുണ്ട്. താൽക്കാലിക ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടും. ഉന്നതസ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതായിരിക്കും. യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ അവധിക്ക് വരാനോ ഒക്കെ ഉള്ള സാഹചര്യം കാണുന്നുണ്ട്. പൈതൃക സ്വത്ത്, പാരമ്പര്യ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നു. പണമിടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം, കൃത്യത പുലർത്തണം. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെയധികം സഹായം, പല രീതിയിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇനി ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാർക്ക് മാനസികമായി ഉണ്ടായിരുന്ന ഈ 2024 ഉണ്ടായിരുന്ന കുറേ വിഷമതകളൊക്കെ മാറിക്കിട്ടും. അവരേറ്റെടുത്ത പല കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമിയൊക്കെ വാങ്ങാനും വീട് വെക്കാനും വീട് പണി ആരംഭിക്കാനും ഒക്കെയുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കടം കൊടുത്തിരുന്ന പണമൊക്കെ കുറച്ചൊക്കെയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരുന്നത് 2025. അർദ്ധ സർക്കാർ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അവിചാരിതമായി ഒട്ടും പ്രതീക്ഷിക്കാതെ ധനം കയ്യിൽ വന്നു ചേരാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് 2025. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന കുറേ വിഷമതകളൊക്കെ ഈ 2025 മാറും. ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ്, ഊഹക്കച്ചവടം ഇവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനലാഭം കൈവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമൂഹിക പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെയുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. വ്യാപാര ബന്ധങ്ങളൊക്കെ വളരെയധികം ദൃഢമാക്കും. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുവാനുള്ളൊരു സാഹചര്യം കാണുന്നു. അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന ഒരു വർഷമാണ് 2025. തൊഴിൽപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷമതകൾ അവയൊക്കെ തരണം ചെയ്യാൻ 2025 കഴിയും. ഭക്ഷണസുഖം വർദ്ധിക്കും. ബന്ധുസമാഗമം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി കാര്യമായിട്ട് തന്നെ ഉണ്ടാവാം. ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യം വരുന്ന വഴി നമുക്കറിയില്ല, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. വാഹനം വാങ്ങാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. സഹോദരങ്ങൾ മുഖേന സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ചതയം നക്ഷത്രം.
ചതയ നക്ഷത്രക്കാരിൽ ഈ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയിൽ വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു കാലമാണ്. മികച്ച സ്ഥാപനത്തിൽ നിന്നും നല്ല ജോലി ഓഫറുകളൊക്കെ വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വാടക ഗൃഹത്തിൽ നിന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ നല്ല ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ന്യായമായി തന്നെ പരിഹരിക്കാനുള്ള ഒരു സാഹചര്യവും തെളിഞ്ഞു വരുന്നുണ്ട്. ആഡംബര വസ്തുക്കളൊക്കെ സമ്മാനമായി കിട്ടും. വീടൊക്കെ പുതുക്കി പണിയുകയോ പെയിൻ്റ് അടിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. സന്താന ഗുണമുണ്ടാവും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു ലഭിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും 2025. ഭൂമി ഇടപാടുകളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാവും. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് വളരെയധികം ആശ്വാസമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാവും. ദീർഘദൂരമായിട്ടുള്ള യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി പല ഉന്നമനവും കൈവരിക്കുന്നതായിരിക്കും. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാവും 2025. ഉന്നത സ്ഥാനീയരുമായി ഉയർന്ന പദവിയിലിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ് 2025. ഉദരസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ഉന്നത വിജയം നേടാൻ കഴിയുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാനുള്ള ഒരു അവസരമുണ്ട്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും. പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും. ദൂരദേശത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. 2025 ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കും. ശത്രുപീഠകളൊക്കെ കുറഞ്ഞു വരും. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി രേവതി നക്ഷത്രക്കാർ. ഈ രേവതി നക്ഷത്രക്കാർ 2025 സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളൊരു സാഹചര്യം, ലോണ് മറ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ കിട്ടി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നർത്ഥം. ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമ ഉത്തരവ് ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഒക്കെ എടുക്കും. ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് അത് അന്തർദേശീയ തലത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിൻ്റെ സ്വത്തിൻ്റെ വിഹിതം ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ 27 നക്ഷത്രക്കാർക്ക് വരുന്ന ഗുണദോഷ സമ്മിശ്രമായ 2025 പറ്റി പറയാനുള്ളത്. ജ്യോതിഷം എന്നതൊരു പ്രവചനമാണ്. ഒരിക്കലും അത് 100% സത്യവുമല്ല. ചിലപ്പോൾ 100-ൽ ഒരാൾക്കായിരിക്കാം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായി വരിക. എല്ലാവർക്കും എല്ലാം ശരിയാവണമെന്നില്ല. ഓരോ കാര്യങ്ങളും അവരവർ ജനിച്ച ജനന സമയത്തിനെയും രാശിയെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത്. ഈ ജ്യോതിഷ പ്രവചനം എന്നത് പൊതുവായ ഒരു പ്രവചനമാണ്. എല്ലാവർക്കും ശരിയാവണമെന്നില്ല. നമസ്കാരം.